ഹലോ, ഇന്നത്തെ വീഡിയോ ആങ്കിൾ സ്പ്രെയിൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോട്ടോക്കോളാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എന്താണ് ആങ്കിൾ സ്പ്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ആങ്കിളിലുള്ള ലിഗമെൻറ്റ് ഓവറായിട്ട് സ്ട്രെച്ചബിളായിട്ട് സംഭവിക്കുന്ന ഒരു ഇഞ്ചുറിയാണ്. അപ്പോൾ ലിഗമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ബോണും മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഇപ്പോൾ രണ്ട് ടൈപ്സിലായിട്ടായിരിക്കും ഈ ഒരു ഇഞ്ചുറി സംഭവിക്കുന്നത്. ഒന്ന് നമ്മുടെ കാല് അകത്തേക്ക് വളഞ്ഞിട്ട് സംഭവിക്കുന്ന ഇഞ്ചുറി, അല്ലെങ്കിൽ കാല് പുറത്തേക്ക് വളഞ്ഞിട്ട് സംഭവിക്കുന്ന ഒരു ഇഞ്ചുറിയാണ്. അതായത് ഇപ്പോൾ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ കാലൊന്ന് സ്ലിപ്പാകുമ്പോൾ, അല്ലെങ്കിൽ വീഴുമ്പോൾ, ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഈ ഒരു ഇഞ്ചുറി സംഭവിക്കാവുന്നതാണ്. മെയിനായിട്ടും കാല് അകത്തേക്ക് വളഞ്ഞിട്ടുള്ള ഇഞ്ചുറിയാണ് സംഭവിക്കുന്നത്. ഈ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഇതിൻ്റെ ഇഞ്ചുറി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇതിൻ്റെ ഇഞ്ചുറിയുടെ ഒരു സിവിയാരിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഇഞ്ചുറിയുടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അതായത് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ആയിരിക്കും. അപ്പം ഞാനിന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ്. ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസാണ് വരുന്നതെന്ന് വെച്ചാൽ പെയിൻ ഉണ്ടായിരിക്കും, പിന്നെ സ്വെല്ലിംഗ് വരും, ടെൻഡർനെസ് വരും. അതായത് അവിടെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു തടിപ്പ് പോലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരിക്കും വരുന്ന സിംറ്റംസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഐസ് ഒരു 10 to 15 മിനിറ്റ്സ് അപ്ലൈ ചെയ്യുക. അങ്ങനെ ഡെയിലി ഒരു 3 to 4 ടൈംസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം ക്രബ് ബാൻഡേജ് ചുറ്റുക എന്നുള്ളതാണ്. ക്രബ് ബാൻഡേജ് മെഡിക്കൽ ഷോപ്സിലൊക്കെ കിട്ടുന്നതായിരിക്കും. അത് വാങ്ങിച്ചിട്ട് ഒരുപാട് ടൈറ്റ് ആകാണ്ടും ഒരുപാട് ലൂസ് ആകാണ്ടും നിങ്ങൾക്ക് ആങ്കിളിൽ ചുറ്റാവുന്നതാണ്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് കാല് പൊക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഇനി കിടക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും കാല് പൊക്കി വയ്ക്കുക. ഒരു പില്ലോ വെച്ചിട്ട് പൊക്കി വയ്ക്കുക. ഒരിക്കലും ഇരിക്കുമ്പോഴത്തേക്കും കാല് തൂക്കിയിട്ടിട്ട് ഇരിക്കാണ്ടിരിക്കുക. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട റെസ്റ്റാണ്. റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് കൊടുക്കാണ്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിന് പറയുന്നത് റൈസ് പ്രോട്ടോക്കോൾ എന്നാണ്. അതായത് റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലിവേഷൻ. അപ്പോൾ ഈ 4 കാര്യങ്ങളുമാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഒരു പക്ഷേ ഇതൊരു ഫ്രാക്ചർ ആണെങ്കിൽ പോലും നമുക്ക് ഇത് അറിയാൻ പറ്റില്ല. കാരണം ഫ്രാക്ചർ ആണെങ്കിലും ഈ സ്വെല്ലിംഗ് വരും, പെയിൻ വരും, നടക്കേണ്ട ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് ഫ്രാക്ചർ ആണോ അതോ സ്പ്രെയിൻ ആണോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും ഒരു ഓർത്തോപീഡീഷ്യനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. ഒരു എക്സ്റേ എടുത്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിന് ഫ്രാക്ചർ ആണോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഒരു ഓർത്തോപീഡീഷ്യനെ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് അത് ഡയഗ്നോസ് ചെയ്ത് ഇത് കൺഫേം ചെയ്തിരിക്കണം, ഫ്രാക്ചർ ആണോ അതോ സ്പ്രെയിൻ ആണോ എന്നുള്ളത്. അപ്പോൾ ആരും ഒരു സെൽഫ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ആദ്യം തന്നെ ഒരു ഓർത്തോപീഡീഷ്യനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ആങ്കിൾ സ്പ്രെയിൻ ആണെങ്കിൽ ഈ പറഞ്ഞ പ്രോട്ടോക്കോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ പെയിനൊക്കെ മാറി, സ്വെല്ലിംഗ് മാറി, നടക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ആരും ഇത് കരുതല്ല, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കല്ല. അതിനുശേഷം ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം ഈ ഒരു പെയിനൊക്കെ കുറഞ്ഞതിന് ശേഷം ഫിസിയോതെറാപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആങ്കിൾ മസിൽസിനെ സ്ട്രെങ്തനിങ് ചെയ്യേണ്ട എക്സസൈസും കൂടി ചെയ്യേണ്ടതുണ്ട്. അതും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റീഹാബിലിറ്റേഷൻ കംപ്ലീറ്റ് ആകുകയുള്ളൂ. കാരണം അത് ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു സ്ട്രെയിൻ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വീഴോ അല്ലെങ്കിൽ സ്ലിപ്പ് ആവുകയോ ചെയ്യുമ്പോഴത്തേക്കും ഈ സെയിം സ്പ്രെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു സ്പ്രെയിൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മസിൽ വീക്ക്നെസ് വരും. സോ അതെപ്പോഴും ഒരു സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ മസിൽസ് സ്ട്രെങ്ത് ആവുകയുള്ളൂ. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പെയിൻ, സ്വെല്ലിങ് കുറഞ്ഞതിന് ശേഷം എന്തായാലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.